എടി ഒന്നുകൂടി വരുമോ? വെള്ളം കുടിക്കാൻ വയ്ക്കില്ല മനുഷ്യനെ. അല്ല വെള്ളമല്ല, ഒരു കുറച്ചധികം ഒരു എനിക്ക് തോന്നുന്നു എന്നോട് കുറേ പേര് ചോദിക്കും. എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞാൽ കാര്യമാവില്ല. കാരണം കല്യാണം കഴിഞ്ഞ് നീയാണല്ലോ ഉള്ള ആൻസർ. ഇരിക്കണ്ട, എണീക്കണം. തൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പോകണ പലതും നിന്റെ തൊണ്ടേ കൊടുക്കും. അതായത് എന്റെ ചോദ്യം ഇതാണേ. അതായത് കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവിനെയും, അതായത് ഒരു പെണ്ണ് ചോദിക്കാൻ ഇത് ചോദ്യമാണ്, ചോദ്യമല്ല. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് ഭർത്താവുള്ള ആളെയും അതായത് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഭർത്താവ് ഉണ്ടാവല്ലോ, ആ ഭർത്താവിനെയും 2 മക്കളെയും ഉള്ളൊരു വ്യക്തി, ഒരു പെണ്ണ്, അതായത് 2 മക്കളും ഒരു ഭർത്താവുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിനെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ? പ്രണയിക്കുന്നതിൽ തെറ്റുണ്ടോ? പെണ്ണോ? ചോദ്യം മനസ്സിലാവണ്ടേ? എന്താ പറയുന്നത്? പുറമെയുള്ള ഒരു ചെങ്ങായിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെയും 2 മക്കളും ഭർത്താവുള്ള ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വളരെ തെറ്റ്, വളരെ വളരെ തെറ്റ്. അത് തെറ്റെന്നല്ലേടി? അത് തെറ്റ് തന്നെയാണ്. അതായത് എന്താണ് തെറ്റെന്ന് വെച്ചാൽ നീ പറയും. ഞാൻ പടവെട്ടില്ല കാര്യം പറയും. എന്നെ പടവെട്ടിയിട്ട് കാണുന്നത്. ഈ പടവെട്ടിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പടവെട്ടി മോൻ കണ്ടാവൂല്ലോ. പറയാം. കാരണം വെച്ചാല് അതില് ഒരുപാട് ഇത് ചിലപ്പം ചേച്ചിക്ക് ഇത് പറയുമ്പോ ഇങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോ ചേച്ചിക്ക് ഇളകുമല്ലോ. എന്തുകൊണ്ടാ നീ അങ്ങനെ പറഞ്ഞ എന്നോട് ചോദിക്കും. എന്നോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാം. അപ്പൊ ചില പല രീതിയിലുള്ള ഇങ്ങനെ ഇളകൂട്ടോ. അതുകൊണ്ട് എനിക്ക് ഇളകേണ്ട ആവശ്യമില്ല. എന്ത് നീ ആളകേണ്ട ആവശ്യം എന്ത് ചെയ്യും? അല്ല ഉള്ള കാര്യം തുറന്നു അറിയാം. അത് തെറ്റുണ്ടോ? അതായത് കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന തെറ്റുണ്ടോ? 2 മക്കളും ഒരു ഭർത്താവുള്ള പെണ്ണിനെ തെറ്റുണ്ടോ? വളരെ തെറ്റാണ്. അവരവരുടെ കുടുംബമായിട്ട് പോകുമ്പോ ഇവര് വന്ന് അവരെ സ്നേഹിക്കേണ്ട ആവശ്യം തന്നെ. അവർക്കൊരു ഹസ്ബൻഡ് ഇല്ലേ? നീ അതൊക്കെ ചിന്തിക്കാത്തത്? ഈ പെണ്ണല്ല വേറെ ആൾ ഈ പെണ്ണി നോക്കേണ്ട ആവശ്യം എന്തിനു വരുന്നത്? അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തെ കണ്ണു മൂക്കില്ല പറയും. പിന്നെ പെണ്ണ് വേറെ കല്യാണം കഴിക്കേണ്ട ആവശ്യം. 2 കുട്ടികളും പിന്നെ കണ്ണു മൂക്കില്ല എവിടെന്നാ പറയുന്നത്? അയ്യോ എന്ത് ചോദ്യം എന്നോട് ചോദിക്കുന്നത്? അല്ല എന്നോട് ചോദിച്ച മെയിലിൽ വന്ന ചോദിച്ച ഉത്തരാണ് ഞാൻ ഇപ്പൊ തന്നത്. ഇന്നോട് വന്ന ചോദ്യമാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത്. അല്ലാതെ എനിക്കിപ്പോ പേഴ്സണലി എന്നോട് ചോദിക്കേണ്ട ആവശ്യം ചോദിച്ചില്ലേ? അതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ തന്നത്. അതിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ദൈവം ഇന്നാക്കി ഇന്ന് വിധിച്ചിട്ടുണ്ട് പറയുന്ന പോലെ വേറെ ആൾ വേറെ പെണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അവൻ അവന്റെ ഭാര്യനെ പോയി നോക്കട്ടെ, അല്ലെ അവൻ വേറെ കല്യാണം കഴിക്കട്ടെ. മനസ്സിലായില്ലേ? ഇതൊരു ശരിയായ ചോദ്യമല്ല. ആരാ ചോദിച്ചത് എന്നോട്? ആരാ ചോദിച്ചത്? ഇത് ഏതോ ഒരു ഐഡിയ, ഫേക്ക് ഐഡിയ. അങ്ങനെ ഉത്തരം പറഞ്ഞ ആവശ്യം എന്തിനടിക്ക്? അനക്ക് അന്റെ ഇതും നോക്കി നിർത്താൻ പോരെ? എല്ലാവരും ഉത്തരം പറഞ്ഞ പിന്നെ അതിൽ നേരം ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഈ ഇങ്ങനെ ഇളകുന്ന പിന്നെ നമ്മൾ എനിക്ക് ഇമ്മ ചോദ്യം ചോദിച്ചാൽ കുറച്ച് ഇളക എന്നെ ചെയ്യണേ. അല്ല എന്താ വിചാരിച്ച്? വെള്ളം കൂടി നിന്ന് ചോദ്യം വെള്ളം കൂടി അതിൽ തിന്നാൻ പോവാ, അണ്ണാക്കിൽ കുത്തിക്കറ്റാൻ പോവാണേനു. അന്നേരം ചോദ്യം ചോദ്യം എന്നോട് ചോദിച്ചോ വരുത്. എനിക്കൊരു ബോധം ചോദ്യത്തിന് ഉത്തരാണ് ഞാൻ തരാൻ പോകുന്നത്. ഫസ്റ്റ് ഉത്തരാണ് ഇത്. അങ്ങനെ നോക്കിക്കൊള്ളേ. സെക്കൻഡ് ഉത്തരാണ് ഞാൻ തരാൻ പോകുന്നത്. ചെറുപ്പത്തെ എന്റെ മുഖത്തേക്ക് ഇതാ എന്തെങ്കിലും അത് 2 ചുണ്ട് മുകളിലേക്ക് വെക്കരെ ഉന്തിപ്പിക്ക്. ഇങ്ങനെ വെക്ക്. ചുണ്ട് 2 പൊന്ത് താടി അങ്ങനെ കണ്ണ് 2 ഇങ്ങനെ ഇങ്ങനെ വെക്ക. അല്ലല്ല ഓള അങ്ങനല്ല. ഓള അച്ഛന്റെ മുഖത്തേക്ക് പിന്നെ അച്ഛൻ ഉറങ്ങാം. പിഞ്ചുട്ടിയോ ചോറ് കാണിച്ചത് ഇതൊക്കെ തമാശ കേട്ടോ. നിങ്ങൾ അങ്ങനെ കാണണം കേട്ടോ. നമ്മളെല്ലാരും ഫ്രണ്ട്ലി ആണേ. തമാശ കൊണ്ടെടുക്കാൻ നമ്മൾ സീരിയസ് ആയിട്ട്. അപ്പൊ ആൻസർ കേട്ടോ. ഇതൊക്കെ നമ്മൾ സീരിയസ് ആയി പറയുകയാണ്. ഇതിപ്പോ പറയാൻ പോകുന്നത് സീരിയസ് ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ ഉത്തരത്തിന് കഴിക്കും. ബൈ. വെള്ളം കുടിക്കട്ടെ. പോവാ.